പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40-ൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ കടക്കാം. റസൽമേനിയ 40 നടക്കുന്നത് 2 ദിവസങ്ങളിലായിട്ടാണ്. ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ചയും ഏപ്രിൽ 8-ാം തീയതി തിങ്കളാഴ്ചയുമാണ്. അപ്പോൾ 2 ദിവസത്തെയും റസൽമേനിയ ഷോ ആരംഭിക്കുക പുലർച്ചെ 2:30 മുതലാണ്. അതായത് കിക്ക് ഓഫ് ഷോ. മെയിൻ ഷോ ആരംഭിക്കുന്നത് പുലർച്ചെ 4:30 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ടി വിയിലൂടെ ലൈവ് കാണാമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോണി ചാനലുകൾ വഴിയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. മൊബൈലിൽ ജിയോ സിം ഉപയോഗിച്ച് ജിയോ ടി വിയിലൂടെ കാണുന്നവർക്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ മൊബൈലിലൂടെ ലൈവായി കാണാനുള്ള മറ്റൊരു ഓപ്ഷൻ സോണി ലിവ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് സൈറ്റിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഓപ്ഷനുള്ളത് വാച്ച് റെസ്ലിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി സ്ട്രീമിംഗ് സൈറ്റ് വഴി നിങ്ങൾക്ക് WWE ഷോ ലൈവായി കാണുക എന്നുള്ളതാണ്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഉൾപ്പെടുത്താത്തത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ മൂലമാണ്. ഇതുവരെ റസൽമേനിയയിലേക്ക് ഒട്ടനവധി 10-ലധികം മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മത്സരങ്ങൾ കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള 2 മത്സരങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ മത്സരങ്ങൾ ഏതൊക്കെയാണെന്നും അതിൽ ആരൊക്കെയാണ് വിജയിക്കാൻ സാധ്യത എന്നതുമുള്ള എൻ്റെ പ്രൊഡിക്ഷൻസ് ആണ് ഇനി പങ്കുവെക്കുന്നത്. പ്രൊഡിക്ഷൻ വീഡിയോയിലെ ആദ്യ മത്സരം ബ്രദർ വേഴ്സസ് ബ്രദർ ടാഗ് ലൈനിൽ വരുന്ന ജിമ്മി ഊസോ വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. എൻ്റെ പ്രൊഡിക്ഷൻ ജെ ഊസോ മത്സരത്തിൽ വിജയിക്കുമെന്നാണ്. ഈ ഒരു വിജയം റസൽമേനിയയിൽ കിട്ടുന്ന മൊമെൻറ്റം അദ്ദേഹത്തെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മത്സരം LA നൈറ്റ് വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരമാണ്. LA നൈറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റോക്ക്, പങ്ക് തുടങ്ങിയവർ തിരിച്ചു വരുന്നതിന് മുൻപ് LA നൈറ്റിന് നല്ല പുഷ് കിട്ടിയിരുന്നു. എന്നാൽ ഇവരുടെ ഒരു തിരിച്ചുവരവിന് ശേഷം സ്റ്റോറി ലൈൻ LA നൈറ്റിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാലും റസൽമേനിയ 40-ൽ സ്റ്റൈൽസിനെ ഈ ഒരു സിംഗിൾസ് മത്സരത്തിൽ LA നൈറ്റ് പരാജയപ്പെടുത്തുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ മത്സരം അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതൊരു 6 പാക്ക് ലാഡർ മത്സരമാണ്. അതിഗംഭീര മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ ചാമ്പ്യന്മാരായ ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ടീമിനെ കൂടാതെ ഇതിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുള്ള 3 ടീം ന്യൂ ഡേ, ഓസം ട്രൂത്ത്, DIY തുടങ്ങിയവരാണ്. സ്മാക്ഡൗണിൽ നിന്ന് 2 ടീമിനെ ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ അവർ ക്വാളിഫൈ കൊടുത്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ സ്മാക്ഡൗണിൽ നിന്ന് ഏത് ടീം വന്നാലും അവർക്ക് വിജയസാധ്യത കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളതിൽ ഓസം ട്രൂത്ത്, ട്രൂത്ത്, മിസ് തുടങ്ങിയവരുടെ ടീമായിരിക്കും ഈ ഒരു ലാറ്റർ മത്സരത്തിൽ വിജയിക്കാൻ സാധ്യത. അങ്ങനെ പുതിയൊരു ടാഗ് ടീം ചാമ്പ്യന്മാരെ നമുക്ക് റസൽമേനിയയിലൂടെ കാണാൻ സാധിച്ചേക്കാം. 4-മത്തെ മത്സരം ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ, അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് തുടങ്ങിയ 2 റെസ്ലേഴ്സിനെതിരെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതൊരു സിംഗിൾസ് മത്സരമായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ലോഗൻ പോളും റാൻഡിയും തമ്മിൽ മാത്രമാണ് ഏറ്റുമുട്ടുന്നത് എന്നുണ്ടെങ്കിൽ റാൻഡി വിജയിക്കുമെന്ന് ഒറ്റയടിക്ക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ട്രിപ്പിൾ ത്രെറ്റ് ആയതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ്റെ വിജയസാധ്യത കുറഞ്ഞു എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻ റാൻഡിക്ക് ഒപ്പമാണ്. റാൻഡി പുതിയ US ചാമ്പ്യൻ ആകുന്നത് റസൽമേനിയയിലൂടെ കാണാൻ സാധിച്ചേക്കാം എന്ന് ഞാൻ കരുതുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 5-മത്തെ മത്സരം നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗിന്തർ വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള IC ടൈറ്റിൽ മത്സരമാണ്. ഗിന്തർ തൻ്റെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത എന്നാണ് പങ്കുവെക്കാനുള്ളത്. സാമി സെയിന് ഒട്ടും വിജയസാധ്യത ഇല്ലാത്ത ഒരു ഇവൻ്റ് ആയിരിക്കും റസൽമേനിയ 40-ലെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം. 6-മത്തെ മത്സരം നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി ബെക്കി ലഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. മത്സരത്തിൽ ബെക്കി ലഞ്ച് വിജയിക്കാൻ സാധ്യത കൂടുതലെന്നാണ് പങ്കുവെക്കാനുള്ളത്. റിയ റിപ്ലിയുടെ ഈ ഒരു ഡൊമിനൻ്റ് റണ്ണ് റസൽമേനിയയിലൂടെ അവസാനിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇരുവരും തമ്മിലുള്ള ഫ്യൂഡ് റസൽമേനിയയ്ക്ക് ശേഷവും തുടർന്ന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. 7-മത്തെ മത്സരം നിലവിലെ വുമൻസ് ചാമ്പ്യനായ ഇയോ സ്കൈയും 2024-ലെ വുമൻസ് റോയൽ റംബിൾ വിന്നറായ ബെയിലിയും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഡാമേജ് കൺട്രോളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 2 റെസ്ലേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്റ്റോറി പ്രതീക്ഷിക്കാം. ബെയിലിക്കാണ് വിജയസാധ്യത കൂടുതലുള്ളത്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 8-മത്തെ മത്സരം കോഡി റോഡ്സും സെത്ത് റോളിൻസും ടീമായിക്കൊണ്ട് ബ്ലഡ് ലൈൻ താരങ്ങളായ റോക്ക്, റോമൻ റെയിൻസ് തുടങ്ങിയവരെ നേരിടുന്ന ടാഗ് ടീം മത്സരമാണ്. മത്സരത്തിന് സ്റ്റിപ്പുലേഷൻസ് ഉണ്ട്. ബ്ലഡ് ലൈൻ ടീമാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2-മത്തെ ദിവസത്തിലെ മെയിൻ ഇവൻ്റായ റോമൻ വേഴ്സസ് കോഡി മത്സരം ഒരു ബ്ലഡ് ലൈൻ റൂൾസ് മത്സരമായിരിക്കുമെന്നാണ് റോക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി അഥവാ കോഡിയുടെ ടീമാണ് ആദ്യത്തെ ദിവസത്തിൽ വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ മത്സരത്തിൽ
ബ്ലഡ് ലൈനിലെ ഒരു തരം ഇൻ്റർഫിയറൻസ് നടത്തില്ല എന്നുള്ളതും റോക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോഡി റോഡ്സ് രണ്ടാമത്തെ ദിവസത്തിൽ റോമൻ റീൻസിനോട് പരാജയപ്പെട്ടാൽ പിന്നീട് റോമൻ റീൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് കോഡിക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും റോക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേയധികം സ്റ്റിപ്പുലേഷൻസ് ആഡ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് മത്സരമാണ് ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻ്റായി നടക്കാൻ പോകുന്ന ടാഗ് ടീം മത്സരത്തിൽ റോക്ക്, റോമൻ റീൻസ് തുടങ്ങിയവരുടെ ബ്ലഡ് ലൈൻ ടീം വിജയിക്കുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 9ാമത്തെ മത്സരം സെത്ത് റോളിൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. രണ്ടാമത്തെ ദിവസത്തിലാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കാൻ പോകുന്നത്. മത്സരത്തിൽ സെത്ത് പരാജയപ്പെട്ടുകൊണ്ട് ഡ്രൂ മാക്കിൻറ്റയർ പുതിയ ചാമ്പ്യൻ ആകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എൻ്റെ പ്രൊഡിക്ഷനും അങ്ങനെ തന്നെയാണ്. നിലവിലെ മണി ഇൻ ദ ബാങ്ക് ഹോൾഡറായ ഡെവിൻ പ്രിസ്റ്റിൻ്റെ ക്യാഷിന് നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാം. നമ്മുടെ ലിസ്റ്റിലെ കൺഫേം ചെയ്തിട്ടുള്ളതിൽ അവസാന മത്സരം റസൽമേനിയ 92-ൻ്റെ മെയിൻ ഇവൻ്റ് മത്സരമായ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റീൻസ് 2024 മെൻസ് റോയൽ റംബിൾ വിന്നറായ കോഡി റോഡ്സിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരത്തിൽ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് കോഡി റോഡ്സ് പുതിയ ചാമ്പ്യൻ ആകുമെന്നാണ്. അതായത് ടാഗ് ടീം മത്സരത്തിൽ ബ്ലഡ് ലൈൻ വിജയിച്ചുകൊണ്ട് രണ്ടാമത്തെ ദിവസത്തിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ബ്ലഡ് ലൈൻ റൂൾസ് മത്സരമാക്കി മാറ്റും. അതായത് നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായ മത്സരം. ആ ഒരു മത്സരത്തിൽ ബ്ലഡ് ലൈനിലെ താരങ്ങളൊക്കെ വന്ന് ഇൻ്റർഫിയറൻസ് നടത്തി കോഡി റോഡ്സിനെ ബ്രൂട്ടലായി ആക്രമിക്കും. പക്ഷേ മത്സരത്തിൻ്റെ അവസാനം റോമനെ പിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ട് കോഡി വിജയിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. WWE അടുത്ത ഫേസ് ഓഫ് ദി കമ്പനി എന്നുള്ളൊരു നിലയിലേക്ക് കോഡിയുടെ ഒരു ഉദയം നമുക്ക് ഈ ഒരു റസൽമേനിയ 40ൻ്റെ മെയിൻ ഇവൻറ്റിലൂടെ കാണാൻ സാധിച്ചേക്കാം. ഇതൊക്കെയാണ് നമുക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള പ്രൊഡിക്ഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇനി റസൽമേനിയ 40ലേക്ക് കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള 2 മത്സരങ്ങളെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത്. അതിൽ ഒന്ന് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. കബൂക്കി വാരിയേഴ്സ്, ആസ്ക, കൈരി സെയിൻ തുടങ്ങിയവരുടെ ടീം ബിയാങ്ക ബെലേർ, നയോമി തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മത്സരം കൺഫേം ചെയ്താൽ നയോമി, ബിയാങ്ക ബെലേർ തുടങ്ങിയവരുടെ ടീം പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നത് റസൽമേനിയ 40 നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതുപോലെ തന്നെ ബോബി ലാസ്ലി, സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ 3-അംഗ ടീം ദി ഫൈനൽ ടെസ്റ്റ്മെൻ്റ് എന്ന AOP, കെരൻ ക്രോസ് തുടങ്ങിയവരുടെ ടീമിനെതിരെ നേരിടുന്ന ഒരു 6-മാൻ ടാഗ് ടീം മത്സരം ഒരു സ്പെഷ്യൽ മത്സരമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ആ ഒരു 6-മാൻ ടാഗ് ടീം മത്സരം പ്രതീക്ഷിക്കുന്നു. മത്സരം കൺഫേം ചെയ്യുകയാണെങ്കിൽ ദി ഫൈനൽ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഫാക്ഷൻ വിജയിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് റസൽമേനിയ 40നെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. റസൽമേനിയ 40ൻ്റെ ആദ്യ ദിവസത്തിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുക, രണ്ടാമത്തെ ദിവസത്തിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുക എന്നുള്ള WWE ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചാൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.